ഈ വികസന മുന്നേറ്റ യാത്രയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് കേരളത്തിന്റെ വികസന കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ്. ഭാവി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കൂടിയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒരു ദശാബ്ദക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളം ഭരിച്ച് പൂർത്തിയാക്കാൻ പോകുമ്പോൾ അഭിമാനകരമായ പലതും ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത വികസനത്തിന്റെ എത്രയോ ഉദാഹരണങ്ങൾ ഈ ഒരു ദശാബ്ദക്കാലം കേരളത്തിലുണ്ടായി എന്നത് ഒരു വസ്തുതയല്ലേ. നമ്മുടെ ദേശീയപാതാ വികസനം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടെ ഓഫീസ് ഒരു ഘട്ടത്തിൽ പൂട്ടിപ്പോയി. ഈ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്നതായിരുന്നു ഒരു മനോഭാവം ഉണ്ടായിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1980 ഔപചാരികമായി നിലവിൽ വന്നതിനു ശേഷം LDFന്റെ ഗവൺമെന്റുകളും വികസനത്തിന്റെ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. പണം, വിഭവ പരിമിതി ഒരു വലിയ പ്രശ്നമായിരുന്നു. ആ വിഭവ പരിമിതി പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. ക്ഷേമപ്രവർത്തനങ്ങൾ നമ്മൾ ധാരാളം നടത്തി. കർഷക തൊഴിലാളി പെൻഷൻ ഏർപ്പെടുത്തുകയെന്ന ചരിത്രപരമായ തീരുമാനം മുതൽ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾക്ക് നമ്മൾ തുടക്കം കുറിച്ചു, അത് വർദ്ധിപ്പിച്ചു. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോഴും വികസന കാര്യങ്ങളിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല എന്ന ആക്ഷേപം LDFന്റെ മുൻ ഗവൺമെന്റുകൾക്കും എതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ അവസ്ഥ മാറ്റിമറിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്തവണ്ണമുള്ള അസാധാരണമായ അഭൂതപൂർവമായ ഒരു വികസന മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം കൊണ്ട് നമുക്ക് സാധിച്ചു എന്നത് വസ്തുതയാണ്. അത് ഞാൻ നിങ്ങളെ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒന്നല്ല. ദേശീയപാതാ വികസനം ഏതാണ്ട് പൂർത്തിയാകാൻ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നു. വടകര ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിലുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവരൊരു നിയർ കംപ്ലീഷനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും വരുത്തിയിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങളും മാറ്റങ്ങളും ഇവിടെ സൂചിപ്പിച്ചു. അത് മാത്രമല്ല, നമ്മുടെ പല സേവനങ്ങളും സ്മാർട്ടാക്കുന്നതിന് നമുക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 1,00,000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നതിന്, പലതും നടപ്പാക്കുന്നതിന് കിഫ്ബിയെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക വഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സ്ഥാപിച്ചു എന്നതൊരു വസ്തുതയാണ്. LDFനെ രാഷ്ട്രീയമായി എതിർക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ കൊയിലാണ്ടിയിലും കണ്ടേക്കാം. പക്ഷെ അവർക്കാർക്കും കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി നടന്നിരിക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. ആ വികസന യജ്ഞം മുന്നോട്ട് പോകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ജാഥ തുടങ്ങിയല്ലോ, വേറൊരു ജാഥ. പുതുയുഗം എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ജാഥ നടത്തുമ്പോൾ ഈ ജാഥ നടത്തുന്ന ആളുകൾക്ക് അവരുടെ മുദ്രാവാക്യങ്ങൾ ഒരിടത്ത് പോലും വികസനത്തിന്റെ ആശയങ്ങളില്ല എന്നുള്ളതാണ്. വികസനം എന്നൊരു വാക്ക് പോലും ആ ജാഥക്കകത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു കാലയളവിനുള്ളിൽ നമുക്ക് ചില ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല പാതയിലൂടെ സഞ്ചരിക്കണം, എന്തെങ്കിലും ഒരു തരത്തിൽ ചികിത്സ വേണ്ടി വന്നാൽ നല്ല സംവിധാനങ്ങൾ ഉണ്ടാവണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, ജോലി ഉണ്ടാവണം, ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ്. അതാണ് സാധാരണഗതിയിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ആ ആഗ്രഹങ്ങളെ വിഭവ പരിമിതി പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തത്. മറിച്ച് വിഭവ പരിമിതിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഭാവനാസമ്പന്നമായ പരിപാടികൾ ആവിഷ്കരിച്ചു. അത് മുന്നോട്ട് പോകുന്നു. ആ യജ്ഞം തുടരാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മള് പക്ഷേ കരുതലിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് LDFന്റെ ഗവൺമെന്റ് മാറി. 62 ലക്ഷം മനുഷ്യർക്ക് നമ്മൾ 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നു നവംബർ മാസം മുതൽ കഴിഞ്ഞ വർഷം. അതിനു മുമ്പ് 1600 രൂപയായിരുന്നു. അത് കരുതലിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്ന പല ഗവൺമെന്റുകളും ഇത്തരം കാര്യങ്ങളിൽ ഒരു ഘട്ടത്തിലും ശ്രദ്ധിക്കുന്ന ഗവൺമെന്റുകളല്ല. പക്ഷേ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയി. 34 ലക്ഷത്തോളം സ്ത്രീകൾക്ക് സഹായകമാകുന്ന ഒരു പുതിയ പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിച്ചു. 17 ലക്ഷത്തിലധികം സ്ത്രീകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. 1 കോടിയോളം മനുഷ്യരെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർത്ത് പിടിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സ്ഥാപിച്ചു. 5 ലക്ഷത്തോളം കുടുംബ പട്ടയം കൊടുക്കാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 4 ലക്ഷം ഇപ്പൊ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. 5 ലക്ഷം എന്ന ചരിത്രപരമായ മട്ടത്തിലേക്ക് കേരളം മടമെടുക്കുന്ന ഒരു ഘട്ടം. അതേസമയം 5 ലക്ഷത്തോളം വീടുകൾ നമുക്ക് നിർമ്മിച്ചു നൽകാൻ സാധിച്ചു. ആ പ്രക്രിയയും 5 ലക്ഷത്തിലോട് അടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതോടൊപ്പമാണ് നമ്മുടെ തൊട്ടടുത്ത വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന അഭിമാനകരമായ പ്രവർത്തനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോ ഈ കേരളമാകെ ഞെട്ടിയല്ലോ. ഞാനതിന്റെ കഥകളിലേക്കൊന്നും പോകുന്നില്ല. അപ്രതീക്ഷിതമായ ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്തം ഓക്കിയും പ്രളയവും ഒക്കെ കഴിഞ്ഞതിനു ശേഷം കേരളത്തെ ബാധിച്ച, കൊറോണയ്ക്ക് ശേഷം ബാധിച്ച ഒരു മഹാദുരന്തമായി പരിണമിച്ചു. നമ്മൾ പക്ഷെ വിറങ്ങലിച്ചു. ഒരു ഘട്ടത്തിൽ അത് ശരിയാണ്. പക്ഷെ നമ്മൾ വർദ്ധിതമായ വീര്യത്തോടുകൂടി പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തി. ഈ ജാഥ കടന്നു വന്നപ്പോ ഞങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങളിൽ ഒന്ന് അവിടെയുള്ള ടൗൺഷിപ്പ് ആയിരുന്നു. 178 കുടുംബങ്ങൾക്ക് ഈ ഘട്ടത്തിൽ തന്നെ വീട് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള
മനോഹരമായ ഒരു ടൗൺഷിപ്പ് അവിടെ ഉയർന്നു വരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും നമുക്ക് മായ്ക്കാൻ സാധിക്കില്ല. ദുരന്തം സൃഷ്ടിച്ച മുറിപ്പാടുകൾ നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കില്ല. പക്ഷേ പകച്ചു നിൽക്കുകയല്ല, അവശേഷിക്കുന്ന ജീവിതങ്ങളെ കൊണ്ടുപോവുകയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പൂർത്തീകരിക്കാൻ പോകുന്നു. അഭിദാരിദ്ര്യം ഈ കേരളത്തിൽ അവസാനിപ്പിക്കുന്നതിന്, അപധീരമായി ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ആ പട്ടികയും ഞാൻ നീട്ടുന്നില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് കേരളത്തിൽ മുൻപോട്ട് പോകുന്നതിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രക്രിയ ഒന്നും എളുപ്പമായിരുന്നില്ല.